ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെഷൻസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ എപ്പോഴേക്കാണ് വിളിച്ചു കൂട്ടുക. ഓക്കെ, സെഷൻ ഓഫ് പാർലമെൻറ്റ്. ഇവിടെ ആസ് പെർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ദർ ഷുഡ് നോട്ട് ബി ആൻ ഇൻ്റർവെൽ ഓഫ് മോർ ദാൻ 6 months. അല്ലേ, 6 മാസത്തിൽ കൂടുതൽ ഇടവേളകൾ പാടില്ല between 2 sessions of the parliament. Normally the parliament of India assembles 3 times a year. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം സെഷൻസ് വിളിക്കും, സമ്മേളനങ്ങൾ ഉണ്ടാവും. പാർലമെൻറ്റ് സമ്മേളനം ഒരു വർഷത്തിൽ 3 സമ്മേളനങ്ങൾ ഉണ്ടായിരിക്കും. ദർ ആർ നോൺ ആസ് മൺസൂൺ സെഷൻ, വിൻ്റർ സെഷൻ ആൻഡ് സമ്മർ സെഷൻ എന്നിങ്ങനെ 3 സെഷനിലായിട്ടാണ് ലോക്സഭ കൂടുക അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇത് കൂടുക. ഇഫ് നീഡഡ് ദ രാജ്യസഭ അസംബിൾസ് 4 times a year. ആവശ്യമാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ രാജ്യസഭ 4 സമ്മേളനങ്ങളായിട്ടും ചേരാറുണ്ട്. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ അവർ? വാട്ട് ഈസ് ക്വസ്റ്റ്യൻ അവർ അല്ലെങ്കിൽ ചോദ്യോത്തര വേള എന്നറിയപ്പെടും. ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഡെയിലി സെഷൻ, ഓരോ സമ്മേളനത്തിലും ആദ്യത്തെ 1 മണിക്കൂർ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ഹവർ ആയിരിക്കും. Daily session of the parliament begin with question hour. Every day the parliament meets at 11 in the morning and the initial hour is question hour. എല്ലാ സമ്മേളനം കൂടുന്ന ദിവസം 11 മണിക്കാണ്, രാവിലെ 11 മണിക്കാണ് സമ്മേളനം വിളിച്ചു ചേർക്കുക. ആ സമ്മേളനം വിളിച്ചു ചേർത്താൽ ആദ്യത്തെ 1 മണിക്കൂർ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ അവർ ആയിരിക്കും. ദ മെമ്പേഴ്സ് ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻസ്. അല്ലേ, അതിലെ മെമ്പേഴ്സ്, ആ പാർലമെൻറ്റിലെ മെമ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ ലോക്സഭയാണ്, ലോക്സഭ കൂടിക്കഴിഞ്ഞാൽ ആ ലോക്സഭയിൽ ഉള്ള മെമ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. റിലേറ്റിംഗ് ടു എനി അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്റ്റ്, ഭരണപരമായിട്ടുള്ള ഏത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദ മിനിസ്റ്റേഴ്സ്, മന്ത്രിമാർ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്റ്റ് ആണോ, ഏത് മന്ത്രിയുടെ കീഴിലാണോ അതുള്ളത്, ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് വിൽ ഗിവ് ആൻസർ ടു ദം. അവരുടെ ചോദ്യത്തിന് ആൻസർ നൽകേണ്ട അതത് വിഭാഗം കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റേഴ്സാണ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ ഹവർ എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് സീറോ ഹവർ അല്ലെങ്കിൽ ശൂന്യവേള? സീറോ ഹവർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു 11 മണിക്ക് സമ്മേളനം വിളിക്കും. അങ്ങനെ ആദ്യത്തെ 1 മണിക്കൂർ എന്താണ്? ക്വസ്റ്റ്യൻ ഹവറാണ്. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഹവർ കഴിഞ്ഞാൽ 12 മണിക്ക് ക്വസ്റ്റ്യൻ ഹവർ തീരും. ആ ക്വസ്റ്റ്യൻ ഹവർ തീർന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്നും ഉണ്ടായിരിക്കില്ല, ഒരു ഇൻ്റർവെല്ലായിരിക്കും. ഓക്കെ, ഒരു ഇൻ്റർവെല്ലായിരിക്കും. ആ ഇൻ്റർവെല്ലിനെയാണ് എന്ത് പറയുന്നത്? സീറോ ഹവർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1/4 മണിക്കൂർ ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അപ്രൂവൽ, അല്ലേ, ഒരു ബില്ല് എങ്ങനെയാണ് പാസ്സാകുന്നത്, ഒരു നിയമം എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, 2 ഹൗസുകളിലായിട്ട് വായിച്ചിട്ട് ഏറ്റവും അവസാനം പ്രസിഡൻറ്റിൻ്റെ ഒപ്പ് വെച്ചാൽ മാത്രമേ ബില്ല് പാസ്സാകുകയുള്ളൂ. ഇനി ബില്ല് ഇപ്പോൾ ലോക്സഭ പാസ്സാക്കി, ഇപ്പോൾ ഒരു ബില്ല് ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും ലോക്സഭയിൽ ഫസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഹൗസിൽ, ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ, ഏതെങ്കിലും ഒരു സഭ പാസ്സാക്കി, മറ്റേ സഭ, ഇപ്പോൾ ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ അത് പാസ്സാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യുക? അല്ലേ, ഒരു സഭ ബില്ല് പാസ്സാക്കി, മറ്റേ സഭ അത് റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ പറയുന്നു, ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ 2 ഹൗസസ്. 2 സഭകളും തമ്മിൽ എന്തെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങൾ, ബില്ലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടായാൽ എ ജോയിൻ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സംയുക്ത സമ്മേളനം. എ ജോയിൻ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ് ഈസ് സമ്മൺഡ് ആൻഡ് എ ഡിസിഷൻ ഈസ് ടേക്കൺ. അപ്പോൾ ഒരു സംയുക്ത സമ്മേളനം, രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് കൂടും. അങ്ങനെയുള്ള ജോയിൻ്റ് സിറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ആളാരാണ്? വൈസ് പ്രസിഡൻ്റ് ആണ് അതിന് അധ്യക്ഷത വഹിക്കുക. ഇറ്റ് ഈസ് ദ പ്രസിഡൻറ്റ് ഹൂ സമ്മൺസ് ദ ജോയിൻ്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെൻറ്റ്. വൈസ് പ്രസിഡൻ്റ് അല്ല കേട്ടോ, ആ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നത് ആരായിരിക്കും? പ്രസിഡൻ്റ് ആയിരിക്കും. ഹൂ സമ്മൺസ് ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെൻറ്റ് വിച്ച് പ്രസൈഡഡ് ഓവർ ബൈ ദി സ്പീക്കർ ഓഫ് ദി ലോക്സഭ. ആ ലോക്സഭയുടെ സ്പീക്കർ ആയിരിക്കും അതിന് അധ്യക്ഷത
വഹിക്കുക. ഓക്കെ, അപ്പോൾ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതും ലോക്സഭയുടെ സ്പീക്കറായിരിക്കും. ലോക്സഭയിലെ സ്പീക്കറായിരിക്കും അതിന് അധ്യക്ഷത വഹിക്കുക. അത് വിളിച്ചു കൂട്ടുന്നത് ആരാണ്? ഈ ജോയിൻ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് പ്രസിഡൻറ്റ് ആയിരിക്കും, രാഷ്ട്രപതി ആയിരിക്കും ഈ ജോയിൻ്റ് സിറ്റിംഗ് സംയുക്ത സമ്മേളനം വിളിച്ച് ചേർക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നത് മണി ബില്ലാണ്. വാട്ട് ഈസ് മണി ബിൽ? എന്താണ് മണി ബിൽ അല്ലെങ്കിൽ ധനബിൽ എന്നറിയപ്പെടും. എന്താണ് മണി ബിൽ അല്ലെങ്കിൽ ധനബില്ല്? ഇവിടെ പറയുന്നു, ദ പ്രൊസീജിയർ ഓഫ് പാസിംഗ് എ മണി ബിൽ ഈസ് ഡിഫറൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി ബിൽ. ഒരു സാധാരണ ബില്ലിന് ഉള്ള വളരെ വ്യത്യാസമായിട്ടാണ് ഈ മണി ബില്ലിനുള്ളത് അല്ലെങ്കിൽ ധനബില്ലിനുള്ളത്. എന്താണ് ആദ്യം നമുക്ക് മണി ബിൽ എന്ന് പഠിക്കാം. വാട്ട് ഈസ് എ മണി ബിൽ? എന്താണ് ധനബില്ല്? നോക്കൂ, എനി ബിൽ റിലേറ്റിംഗ് ടു ദി കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ. അണ്ടർലൈൻ ചെയ്യുക, എനി ബിൽ റിലേറ്റിംഗ് ടു ദി കളക്ഷൻ ഓഫ് റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ. അതായത് നമ്മുടെ പൊതുഖജനാവിലേക്കുള്ള ധന സമാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണത്തിൻ്റെ വിനിയോഗവും, അതായത് കളക്ഷൻ ഓഫ് റവന്യൂ, വരുമാനം കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചെലവ് ആക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബില്ലാണ് മണി ബില്ലെന്ന് അറിയപ്പെടുന്നത്. അതായത് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും ബില്ല് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ബില്ലുകൾ, ഇതൊക്കെയാണ് മണി ബില്ലായിട്ട് കണക്കാക്കുന്നത്. എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിലോട്ടുള്ള വരുമാനത്തിനെ ബന്ധിച്ചിട്ടുള്ള ബില്ലുകൾ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, പൊതുഖജനാവിൽ നിന്നുള്ള ചിലവുകൾ സംബന്ധിച്ചിട്ടുള്ള ബില്ലുകളെയാണ് പറയുന്നത് മണി ബില്ലെന്ന് പറയുന്നത്. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദി ലോക്സഭ. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അടിസ്ഥാനത്തിൽ മണി ബില്ല്, ധനബില്ല് എവിടെ? ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ആഫ്റ്റർ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദി ലോക്സഭ ഇറ്റ് ഈസ് സെൻഡ് ടു ദി രാജ്യസഭ. ലോക്സഭയിലാണ് ആദ്യം മണി ബില്ല് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ സാധാരണ ബില്ല് ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം അല്ലേ? ഒന്നുകിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം അല്ലെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാം. പക്ഷെ മണി ബില്ല് ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കണം. മണി ബില്ല് ആദ്യം എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദി ലോക്സഭയിൽ മാത്രമാണ് ആദ്യം മണി ബില്ല് അവതരിപ്പിക്കാൻ പാടുകയുള്ളൂ. ലോക്സഭയിൽ നിന്ന് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് രാജ്യസഭയിലോട്ട് പാസ്സാക്കും. ഓക്കെ, സെൻഡ് ചെയ്യും. ആഫ്റ്റർ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ലോക്സഭ ഇറ്റ് ഈസ് സെൻഡ് ടു ദി രാജ്യസഭ വിത്ത് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദ സ്പീക്കർ ദാറ്റ് ദ ബിൽ ഈസ് എ മണി ബിൽ. അങ്ങനെ അത് ലോക്സഭയിൽ നിന്ന് പാസ്സാക്കിയാൽ അത് രാജ്യസഭയിലോട്ട് സെൻഡ് ചെയ്യും. ഇത് മണി ബില്ലാണെന്ന് പറഞ്ഞിക്കാണ്ട് സെൻഡ് ചെയ്യും. ദ രാജ്യസഭ മസ്റ്റ് റിട്ടേൺ ദ മണി ബിൽ അലോങ് വിത്ത് ഇറ്റ്സ് റെക്കമെൻഡേഷൻ ടു ദി ലോക്സഭ വിത്തിൻ എ പീരീഡ് ഓഫ് 14 days. ഏകദേശം 14 ദിവസത്തിനകം ആ മണി ബില്ല് രാജ്യസഭ അത് എങ്ങോട്ട് തന്നെ റിട്ടേൺ അയക്കണം? ലോക്സഭയിലോട്ട് തന്നെ അത് റിട്ടേൺ അയക്കണം. ഓക്കെ, ദ ലോക്സഭ ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ റെക്കമെൻഡേഷൻ ഓഫ് ദി രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ ഒന്നെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് മണി ബില്ലിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, അപ്പോൾ മണി ബില്ല് ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കണം. മണി ബിൽ ഓൺലി ഇൻട്രൊഡ്യൂസ് ഇൻ ലോക്സഭ ദ ഫസ്റ്റ് ലോക്സഭയിൽ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ അത് രാജ്യസഭയിലോട്ട്
എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. രാജ്യസഭയിൽ ഡിസ്കഷനൊക്കെ കഴിഞ്ഞാൽ അത് 14 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ലോക്സഭയിലോട്ട് തന്നെ തിരിച്ചയക്കണം. ഓക്കെ, അതാണെന്ത് മണി ബില്ലിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ലോക്സഭയ്ക്ക് റിട്ടേൺ അയച്ചാൽ, രാജ്യസഭ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ട് റിട്ടേൺ അയച്ചാൽ അതൊന്നെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ലോക്സഭയ്ക്ക് അതിനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, ഇനി ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള നിയമനിർമ്മാണം ആണ്. പാർലമെൻറ്റിൻ്റെ പ്രൈമറി ഫങ്ഷൻ ആയിട്ടുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത്. ഒരു നിയമം നിർമ്മിക്കുന്നത് അല്ലേ, ലോ നിർമ്മിക്കുന്നത്. ഓക്കെ, അതിൽ ബില്ലെന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് ഫോമിനെയാണ് ബില്ലെന്ന് അറിയപ്പെടുന്നത്. എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോമാണ് ബില്ല്. ഓക്കെ, ഇനി നോക്കൂ, അതർ ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റിൻ്റെ മറ്റു ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഒരു ഫങ്ഷൻ ആദ്യം പറഞ്ഞു, ഏതാണ്? പ്രൈമറി ഫങ്ഷൻ ഏതാണ്? ലെജിസ്ലേഷൻ അല്ലാതെ മറ്റു ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കൂ. രണ്ടാമത്തെ ഫങ്ഷനാണ് പറയുന്നത് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്. പാർലമെൻറ്റിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്. കാര്യനിർവഹണ വിഭാഗത്തെ നമ്മൾ രണ്ടാമത് പഠിക്കാനുള്ള എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ആരാണ്? പാർലമെൻറ്റാണ്. ഓക്കെ, അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എക്സിക്യൂട്ടീവിൻ്റെ ആളുകളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ബില്ലിനെ കുറിച്ചിട്ടുള്ള ചർച്ച ചെയ്യൽ, അതുപോലെ നോൺ കോൺഫിഡൻഷ്യൽ മോഷൻ, അതായത് അവിശ്വാസ പ്രമേയങ്ങൾ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒക്കെ ആരാണ്? പാർലമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റിൻ്റെ മറ്റു ചുമതലകളാണ് ഏത്? കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, ഇലക്ടറൽ ഫങ്ഷൻ, തെരഞ്ഞെടുപ്പ് ചുമതലയും എന്തിനുണ്ട്? പാർലമെൻറ്റിനുണ്ട്. എന്താണ്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ എലക്ഷൻ ഓഫ് ദി പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. രാഷ്ട്രപതിയുടെയും വൈസ് പ്രസിഡൻറ്റ്, ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് നടത്തുന്ന ചുമതലയും ആർക്കാണ്? പാർലമെൻറ്റിന് ആണ്. പിന്നെ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭരണഘടനയിലുള്ള ഭേദഗതി വരുത്തൽ, ഭരണഘടനയിൽ എന്തെങ്കിലും നിയമങ്ങൾ മാറ്റം വരുത്തൽ എന്താണ്? ഈ പാർലമെൻറ്റാണ്. ടൈംലി അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ്, ഭരണഘടനാ വകുപ്പുകളിൽ ഏതെങ്കിലും സമയത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം വരുത്തൽ പാർലമെൻറ്റാണ്. അപ്പോൾ പാർലമെൻറ്റിന് നമ്മളിപ്പോൾ എത്ര ഫങ്ഷൻസ് പഠിച്ചു? 4 ഫങ്ഷൻസ്. ഒന്ന് പ്രൈമറി ഫങ്ഷൻ ആയിട്ടുള്ള ലെജിസ്ലേഷൻ അല്ലേ, രണ്ടാമത് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, മൂന്നാമത് ഇലക്ടറൽ ഫങ്ഷൻ, നാലാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഓക്കെ, ഇത്രയും ഫങ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ.